ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചോളത്തിന്റെ തൊലി വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചോളത്തിന്റെ തൊലി ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിന്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് ഷീറ്റിലേക്ക് നമ്മൾ കേക്കിന്റെ ബോർഡൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഫോം ഷീറ്റ് എടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചോളത്തിന്റെ തൊലി വെച്ച് പൂക്കളാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫ്ലവറിന്റെ ഇതളുകൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് വിരൽ വെച്ച് ഇതിന്റെ താഴെയുള്ള ഭാഗവും നമുക്ക് പിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തു. ഇനി നമുക്കതിന്റെ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഇതളും കൂടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കുറെ ഇതളുകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചോളത്തിന്റെ തൊലി ചുരുണ്ടു നിൽക്കുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഇലകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ഇലകൾ കട്ട് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളത് മടക്കി കൊടുത്ത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് കേക്കിന്റെ ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളാണ് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ അതിലേക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കുകയാണ്. ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളത് ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മൾ 2 ഫ്ലവറാണ് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പൂക്കൾക്ക് നമ്മൾ ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമ്മൾ ഇലകൾക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൂക്കളുടെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിൽ നമുക്ക് വേണമെങ്കിൽ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ കേക്കിന്റെ ബോർഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ പൂക്കൾ അതിൽ ഒട്ടിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ വലിയ കേക്കിന്റെ ബോർഡിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഒട്ടിച്ചെടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.